ഹായ് ഹലോ നമസ്തേ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് കാർത്തികയാണ്. കാർത്തിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇടിഞ്ഞിൽ വെച്ച് വിളക്കുണ്ടാക്കുക, അതുപോലെ തന്നെ മെഴുതിരി കത്തിച്ച് വയ്ക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇലയപ്പം ഉണ്ടാക്കണം. അതായത് ഇലയട എന്ന് വടക്കോട്ടൊക്കെ ഉള്ളൊരു ഇലയട എന്ന് പറയും. അപ്പോൾ ഇലയട ഉണ്ടാക്കുക, പിന്നെ കാച്ചില വെക്കണം, പിന്നെ വിളക്കൊക്കെ വൃത്തിയാക്കണം, മെഴുതിരി വാങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഇവിടെ നമ്മുടെ പ്രിയ പത്നി ദൈവത്തിനുണ്ട്, മിന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇത് ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് പൊരിയണി ഇല, അതുപോലെ ഈ വയണ ഇല, പിന്നെ വാഴയില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊരിയണി ഇല ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്തിനി എന്തിൻ്റെ വേണ്ട? അടുത്തിനി വയണയിലയാണ് വേണ്ടത്. അപ്പോൾ ഇനി വയണയിലയും കുറച്ച് വാഴയിലയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ പൊരിയണി ഇല എടുത്തു കഴിഞ്ഞാൽ അടുത്തിന് നമുക്ക് വേണ്ടത് വയണയിലയാണ്. ഈ വയണയില എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം. വയണയില ഇതാണ് വയണയില. ഇത് നമ്മൾ ഓരോ നാട്ടിൽ നിന്ന് വേറെ പല പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വയണയില എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ നല്ല മണമുള്ള ഇലയാണ്, നല്ല മണമാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഇലയുടെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലയട, അതുപോലെ തന്നെ ഈ തെരളിയൊക്കെ ഉണ്ടാക്കുന്ന ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മളിത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ബിരിയാണിയിലിടും. ഇത് ഉണക്കിയെടുത്തിട്ട് ഇതിനെ നമ്മൾ ബിരിയാണിയിലിട്ട്, അപ്പം ബിരിയാണിക്ക് നല്ല ഒരു മണവും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതാണ്. ഇതൊരു 10-20 ഇല വേണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പറിക്കാം. അപ്പോൾ നമ്മൾ ഈ ആവശ്യത്തിനുള്ള പൊരിയണി ഇലയും പിന്നെ അതുപോലെ തന്നെ വയണ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നിറയെ ഇതുപോലെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഓക്കെ, കട്ടി വയണ ഇലയും അതുപോലെ തന്നെ ഇലകളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ വൈകിട്ട് കത്തിക്കേണ്ട ഇടിഞ്ഞിലാണ്. ഇടിഞ്ഞിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ തിരി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ മെഴുകു തിരിയാണ്. അപ്പം നമ്മളിലുള്ള വിളക്ക് തികയത്തില്ല, കുറച്ച് വിളക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമ്മൾ മെഴുകുതിരിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാ കണ്ടോ, 4 കവർ വാങ്ങിയിട്ടുണ്ട്. ഒരു കവറിൽ ഏകദേശം 20 തിരി വരുന്നുണ്ട്. അതുകൊണ്ട് 4 കവർ വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 80 തിരി ഉണ്ട്. അപ്പോൾ ഇത് മതിയാവുന്നതാണ് തോന്നുന്നത്. ഇതും പിന്നെ കുഞ്ഞു വിളക്ക് കുറച്ചുണ്ട്. അപ്പം നമ്മൾ ഇലയൊക്കെ തുടച്ചു വെച്ചു. പിന്നെ ഇനി ഇതാണ് ഇടിഞ്ഞില വിളക്കെന്ന് പറയുന്നത്. ഈ ഇടിഞ്ഞില വിളക്കുള്ള ഈ കരിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ മെഴുതിരി വാങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിക്ക് നമ്മൾ മെഴുതിരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെഴുതിരിയാണ് കത്തിക്കുന്നത്. ഇതും മെഴുതിരിയും കൂടെയാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇനി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വൃത്തിയാക്കുന്ന പരിപാടി കൂടെ കഴിഞ്ഞാൽ ബാക്കി ഇനി എല്ലാ ജോലിയും വൈകിട്ടാണ്. വൈകിട്ട് വിളക്ക് കത്തിക്കുക, അത് മാത്രമേ ഇനി വൈകിട്ട് ജോലിയുള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഈ വിളക്കെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ വിളക്ക് കുറേയൊക്കെ പൊട്ടിപ്പോയി. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇത്രയും വിളക്കേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ മെഴുതിരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇലയപ്പം ഉണ്ടാക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിക്കാതെ അവർ തുടങ്ങി പരിപാടി. അപ്പം ഞാൻ പെട്ടെന്ന് വന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത് നമ്മൾ പിന്നെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇതിന് ഇലയിലേക്ക് ആക്കി വേവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അത് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ മാവ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി റെഡിയാക്കിയാണ് ചെയ്യുന്നത്. അപ്പം അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിത് പരത്തി കഴിഞ്ഞു. പരത്തിയെല്ലാം നമ്മൾ ഇലയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് നമുക്ക് വെച്ചാൽ മതി. അപ്പൊ അത് കഴിഞ്ഞത് വേവിച്ചാകുമ്പോഴത്തേക്കും വേവ് കഴിയുമ്പോഴത്തേക്കും അത് ഇലയപ്പം റെഡിയാണ്. അപ്പോൾ എങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് ഇലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില് ഇനി നമുക്ക് അടച്ചാൽ മതി.
അതിനൊരു 15 മിനിറ്റ് അല്ലേ അമ്മ? 15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇലയൊന്നും വെളിയിൽ പോവാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് അടച്ചാൽ മതി. ഇതെല്ലാം അടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് നേരെ സന്ധ്യ ആയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോ വിളക്ക് എത്തിക്കാൻ പോവാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിലേക്ക് കിടക്കാം. പറക്കി വെച്ചിട്ട് കത്തിക്കുക. വടം പോലെ തിരികെ ഇപ്പൊ കത്തിക്കുക. അമ്മ പറഞ്ഞു ഇങ്ങനെയാണ്.